ഹായ്, ലെറ്റ്സ് ലേൺ ടുഗെദറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്കുള്ള എക്സാം ഒക്ടോബർ മാസമാണ് നടത്തുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അതിൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കോപ്പറേഷനിൽ നിന്നുള്ളതാണ്. സിലബസ് പ്രകാരം കോപ്പറേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അതർ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഇറ്റ്സ് എ വൺ മാൻ ബിസിനസ്, എയിം to make profit, registration not compulsory, management sole trader himself, capital contribution himself contribute capital, liability unlimited, legal entity no legal entity, continuity can close business at any time, concentration of wealth centralized. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വൺ മാൻ ബിസിനസ്സാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരാൾ നടത്തുന്ന ബിസിനസ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒട്ടും കമ്പൽസറി അല്ല. പിന്നെ മാനേജ്മെൻ്റ് എല്ലാം ആ ബിസിനസ് നടത്തുന്ന ആൾ, ആ സോൾ ട്രേഡർ സ്വന്തമായിട്ടാണ് മാനേജ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സോൾ ട്രേഡർ തന്നെയാണ്. പിന്നെ ഇതിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്. ലീഗൽ എൻറ്റിറ്റി ഒന്നും ഇല്ല. പിന്നെ ഏത് സമയം വേണമെങ്കിലും അവർക്ക് അത് ക്ലോസ് ചെയ്യാം. ബിസിനസ് ഏത് സമയം വേണമെങ്കിലും നിർത്താം. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡും ആയിരിക്കും. അടുത്തത് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ്. അതിൻ്റെ എയിം ടു മേക്ക് പ്രോഫിറ്റ്, രജിസ്ട്രേഷൻ ആസ് പെർ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, മാനേജ്മെൻറ്റ് പാർട്ട്ണർ ഓർ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ raise fund among partners, liability unlimited, legal entity separate legal entity, continuity dissolved under certain situations like death, insolvency, etc., concentration of wealth centralized in the hands of partners. അപ്പോൾ ഇതിലും പാർട്ട്ണർഷിപ്പ് ഫേംസിലും എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഫേംസ് എല്ലാം 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ്. ഇതിൽ മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സ്, 2 പാർട്ട്ണറോ ഇല്ലെങ്കിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സ് തന്നെയായിട്ടാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നത്, ഇവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതും ഈ പാർട്ട്നേഴ്സിൻ്റെ ഫണ്ട് തന്നെയാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് പാർട്ട്ണർഷിപ്പ് ഫേംസിനുള്ളത്. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ആൻഡ് ഇതും ഒരു പാർട്ട്ണറുടെ ഡെത്ത്, ഇൻസോൾവൻസി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡിസോൾവ് ആയി പോകും. ഇതിൻ്റെ കണ്ടിന്യൂറ്റി അവിടെ നിൽക്കും. അങ്ങനെയുള്ളതാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ കയ്യിലായിരിക്കും. അത് സെൻട്രലൈസ്ഡ് ആണ് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ. അടുത്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. എയിം to make profit, registration as per Indian Companies Act 1956, management board of directors, capital contribution shareholders or owners, liability limited, legal entity and a perpetual succession, continuity continuous existence, death, insolvency or insanity of member does not affect the continuity of a company, concentration of wealth centralized in the hands of shareholders. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെയും എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സിൻ്റെ അടുത്തുനിന്നായിരിക്കണം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ അവരതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്.
ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് ആൻഡ് പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് അതിന് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഈ പെർപെച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, ഡെത്ത്, ഇൻസോൾവൻസി ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. ഒരു മെമ്പറിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇത് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകും. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് സെൻട്രലൈസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. അടുത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 25% ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ്. എയിം റെൻഡറിങ് സർവീസ് റാദർ ദാൻ പ്രോഫിറ്റ്. രജിസ്ട്രേഷൻ as per KCS Act 1969. Management Managing Committee. Capital contribution raise fund from members and non-members. Liability limited. Legal entity and perpetual succession. Continuity enjoys continuity. Concentration of wealth, decentralization of capital. അപ്പോൾ ഇതിൽ 25 പേര്, ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള 25 പേരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനായിട്ട് വേണ്ടത്. ഇതിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റിനേക്കാളും സർവീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 1969 KCS Act അനുസരിച്ചിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് മാനേജിങ് കമ്മിറ്റിയാണ്. മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപെച്വൽ സക്സഷൻ ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു മെമ്പറിൻ്റെയും ഡെത്തും ഇൻസോൾവൻസിയും ഒന്നും ഇതിനെ ബാധിക്കുന്നതല്ല. ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ക്യാപിറ്റലാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും കോപ്പറേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ചില പ്രധാന പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക്